മുതിർന്ന നേതാവായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ കടുത്ത അമർഷം തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തരവും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്കായി വിട്ടുകൊടുക്കേണ്ടി വന്നു. ആഭ്യന്തരവും വിജിലൻസും പിടിച്ചെടുത്തതോടെ UDF സർക്കാരിൽ മുഖ്യമന്ത്രിക്ക് ശേഷം കൂടുതൽ അധികാരമുള്ള നേതാവായി മാറുകയാണ് രമേശ് ചെന്നിത്തല. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും അധികാരത്തിലേറാൻ കോൺഗ്രസിന് താണ്ടേണ്ടി വന്ന കടമ്പകളേറെയാണ്. വൈകി വന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനവും അതിനുശേഷമുള്ള പടലപ്പിണക്കങ്ങളും തലവേദന സൃഷ്ടിക്കുമ്പോൾ ഘടകകക്ഷികളെക്കാൾ പ്രതിസന്ധി സൃഷ്ടിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കസേര നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഇടഞ്ഞു നിന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. ഒന്നല്ല 2 തവണയാണ് ചെന്നിത്തലയെ വീട്ടിലെത്തിക്കണ്ട് വി.ഡി. സതീശൻ അഭ്യർത്ഥന നടത്തിയത്. കടുത്ത അമർഷം തുടർന്ന ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കിട്ടാതെ മന്ത്രിസഭയിലേക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തതോടെ ഒടുവിൽ വി.ഡി. സതീശൻ ചെന്നിത്തലയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആഭ്യന്തരവും വിജിലൻസും കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള നീക്കം ഇതോടെ പരാജയപ്പെട്ടു. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിൽ പ്രാധാന്യമേറുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പ് തന്നെ കൈക്കലാക്കുവാൻ നടത്തിയ ശ്രമം വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ച ആനന്ദത്തിലാണ് ചെന്നിത്തല അനുകൂലികൾ. ജനം, തിരുവനന്തപുരം.